ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ അല്ലല്ല, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇപ്പം ഇന്നിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ഒരു ചെയ്യുന്നത്. രാവിലെ ഒരു വീഡിയോ ചെയ്തു, പിന്നെ ലൈവ് വന്ന് മൂന്നാമത്തെയാണ്. ഓക്കെ, ഇന്ന് അവധി ആയതുകൊണ്ട്, അവധിയല്ല, രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോയിട്ട് വന്നതിന് ശേഷമുള്ള പരിപാടികളാണിത്. എനിവേ, ഓക്കെ, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വീക്ക്ലി അനാലിസിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് ഒരു അപ്സൈഡ് തന്നു ഇല്ലേ. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഡേയിലോട്ടൊന്ന് വന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഡേയിലോട്ടൊന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡേയിലോട്ടൊന്ന് വരാം. നോക്കിക്കേ, ഇതാ നമ്മൾ വരച്ച ഈ ഡേ ട്രെൻഡ് ലൈൻ അവിടെ കടന്നോട്ടെ, അത് അതുപോലെ അവിടെ കടന്നോട്ടെ. ഓക്കെ, നമ്മൾ നോക്കിക്കേ, കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി നമുക്ക് നല്ലൊരു റാലി തന്നു ഇല്ലേ. 1, 2, 3, 4, 5 ഇല്ലേ. ഈ 5 ക്യാൻഡിലും 5 ദിവസവും മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല ബുള്ളിഷ് മൊമെൻ്റ് ആയിരുന്നു ഇല്ലേ. അങ്ങനെ നമ്മളുടെ ഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ട്രെൻഡ് ലൈൻ എന്ത് ചെയ്തു? ആശാൻ ക്രോസ് ചെയ്തു ഇല്ലേ. ക്രോസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, മാർക്കറ്റ് നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണും. ഈ ലൈൻ 22,786 ക്രോസ് ചെയ്ത് ഡേ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണും. അത് കൺഫേം ചെയ്യുകയാണെന്ന് എങ്ങനെയാണ്? നമ്മുടെ ഡേ ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് ക്ലോസിങ് കിട്ടുവാണെങ്കിൽ നമുക്കൊരു ഫർദർ കൺഫർമേഷൻ ഉണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി അനാലിസിൽ പറഞ്ഞിരുന്നു. എത്ര പേർക്ക് അത് ഫോളോ ചെയ്തു എന്നെനിക്കറിയത്തില്ല. എനിവേ, അപ്പം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ്? ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് മാർക്കറ്റിൽ ഇപ്പം നമുക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റുന്നത് ഇല്ലേ. നമുക്കിനി ജസ്റ്റ് മന്ത്ലി ക്യാൻഡിൽ നോക്കാം. മന്ത്ലി ക്യാൻഡിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ മന്ത്ലി ക്യാൻഡിൽ എടുത്ത് കാണിച്ചായിരുന്നു. നിങ്ങൾ മന്ത്ലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ഇവിടെ മനസ്സിലാവും. നല്ല വെടിക്കെട്ട് ക്യാൻഡിലാണ് നിൽക്കുന്നത്. നോക്കിക്കേ, കഴിഞ്ഞ 5 മന്ത്ലി റെഡ് ക്യാൻഡിലിന് ശേഷം ഇനി ഒരാഴ്ച കൊണ്ട് മന്ത്ലി ക്യാൻഡിൽ ക്ലോസ് ആകാൻ, എന്നാൽ തന്നെയും ഒരു വെരി ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റ് മന്ത്ലി ക്യാൻഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ മാസം ഏകദേശം 23,830 ക്ലോസ് ചെയ്യാനുള്ള സാധ്യത, 24,000 അടുത്തൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ബുള്ളിഷ് മൊമെൻറ്റം നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ മനസ്സിലാവുന്നത്, നോക്കിയാൽ വീക്കിലി ക്യാൻഡിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് ഇവിടെ ക്ലോസിങ് കിട്ടിയേക്കുന്നത്. ഇനി അടുത്ത റാലി നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിൽ, അതായത് 23,445, ഓക്കെ, ഈ 23 വരച്ച് കാണിക്കും. ഓക്കെ, നമുക്കപ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കിട്ടിയേക്കുന്നത് ഇല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു ഫർദർ റാലി എന്ന് പറയുന്നത് നമുക്ക് 23,445, ഇത് 23,445 ക്രോസ് ചെയ്ത് ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയാൽ, കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഒരു ഫർദർ മൂവിനുള്ള തയ്യാറെടുപ്പ് ആയിരിക്കും നടത്തുന്നത്. മനസ്സിലായോ പറഞ്ഞേ? അപ്പം നമുക്ക് ഇതിനകത്ത് ഡേ ക്യാൻഡിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരും. ഡേ ക്യാൻഡിലോട്ട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ, ഡേ ക്യാൻഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ഇവിടെ കാണാം. മാർക്കറ്റ് കണ്ടിന്യൂസ് 5 ദിവസം ബുള്ളിഷായിരുന്നു ഇല്ലേ. ഇവിടെ നോക്കിക്കേ നിങ്ങൾ, മാർക്കറ്റ് 5 ദിവസവും വളരെ ബുള്ളിഷായിരുന്നു. 1, 2, 3, 4, 5 ദിവസം ഇല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ 23,350 നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത്. 23,445 എന്ന് പറഞ്ഞ ഇതാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 23,814.
ഓക്കെ, 23,814 ഫസ്റ്റ് ടാർഗറ്റ്. നമ്മൾ വരച്ചിട്ടുണ്ട് ഇവിടെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. 23,814 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 24,220. മൂന്നാമത്തെ ടാർഗറ്റ് 24,840. 24,840. ഇവിടം വരെയൊന്നും വരത്തില്ലെങ്കിലും മാർക്കറ്റ് ഇവിടെ വരെ 24,220 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബുള്ളിഷ് മൊമെൻറ്റം നിലനിർത്തുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മാർക്കറ്റ് ഏകദേശം കഴിഞ്ഞ ആഴ്ച 1000 പോയിന്റ് റാലി ചെയ്തു ഇല്ലേ? അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു 1000 പോയിന്റ് റാലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എത്ര 24,440 ആയി, മനസ്സിലായി. പക്ഷെ അവിടം വരെ അത്ര ഉള്ള സംഭവങ്ങളൊന്നും കാണുകയില്ല. ഇവിടെ ഞാൻ കാണുന്ന ഒരു സംഭവം ഞാൻ ഇന്ന് വലുതാക്കാം എന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു അടിപൊളി സംഭവം ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ വന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്ത് ഇവിടെ ക്ലോസ് ചെയ്തു ഇല്ലേ? മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഈ 24,445 പോയി മുട്ടി തിരിച്ചു വരാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, തിരിച്ചു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇവിടെ വരുമ്പോൾ മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം. മനസ്സിലായോ? 2000 പോയിന്റ് ഒറ്റയടിക്ക് റാലി ചെയ്യുമെന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കല്ലേ. എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ പോകുന്ന മാർക്കറ്റാണ് എപ്പോഴും ഹെൽത്തി മാർക്കറ്റ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരിക്കലും ഇങ്ങനെ കൊടിമരം പോലെ പോകുന്ന മാർക്കറ്റ് ഒരിക്കലും ഹെൽത്തി മാർക്കറ്റ് അല്ല. കൊടിമരം പോലെ പോയാൽ എന്താ കുഴപ്പം പറഞ്ഞത്, ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് തറയെ വന്ന് മുട്ടും, മനസ്സിലായി. അതേസമയം എപ്പോഴും ഇങ്ങനെ പോകുന്ന മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, അതൊരു ഹെൽത്തി മാർക്കറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടിമരം പോലെ മുതലോട്ട് പോയേക്കുന്നത് ഇല്ലേ? അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റ് വന്നതിന് ശേഷം മുകളിലോട്ട് പോകുന്നതായിരിക്കും ഒരു ഹെൽത്തി മാർക്കറ്റിൻ്റെ ലക്ഷണം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റ് മേ ബി രാവിലെ നാളെ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് തന്നാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഈ പോയിന്റ് വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഒന്നാമത്തെ സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, ചെറിയ 10-20 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ലോ ആയിരിക്കും. ഈ ലോ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് അളന്നു പോയിക്കോട്ടെ, ഒരു സെക്കൻഡ്. ഇതിനകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആയിക്കോട്ടെ. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലെ വിക്കായിരിക്കും, ഈ താഴത്തെ വിക്ക്. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ ഒരു റീട്രേസ്മെൻറ്റിന് വരാനുള്ള സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റ് നേരെ ഇവിടുന്ന് മോളിൽ പോയി ഇവിടെ മുട്ടിയിട്ട് നേരെ തിരിച്ച് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഞാനൊരു പ്രോബബിലിറ്റിയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ സംഭവിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ബട്ട് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ, എൻ്റെ ഒരു സ്റ്റഡി വെച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു റീട്രേസ്മെൻ്റ് എടുത്ത് മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം കൺസോളിഡേഷനോ അല്ലെങ്കിൽ ചെറിയൊരു ബെയറിഷ് മൊമെൻറ്റ് വന്നിട്ട് അതിന് ശേഷം ഒരു ബുള്ളിഷ് മൊമെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി അല്ല ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഈ ട്രെൻഡ്, ഇനി ഇവിടുന്ന് ഇത് പൊട്ടിപ്പോയാൽ അടുത്ത സപ്പോർട്ട് നമുക്ക് ഈ ട്രെൻഡ് ലൈനാണ് ഇല്ലേ? ഈ ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, ഇവിടെ വന്ന് ബൗൺസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം മനസ്സിൽ കണ്ടുവെക്കണം. ഓക്കെ, ഒന്ന് പൊട്ടിയാൽ അടുത്തത് എവിടെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ കണ്ടുവെക്കണം. ഓക്കെ, അല്ല ഇതിന് മുകളിൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്ന് സപ്പോർട്ട് തിരിച്ച് കയറുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഇതാണ് ഒരു ഡേ വൈസിൽ പറയാനുള്ള കാര്യം ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. 23,445, 23,814, 24,220 ഈ 3 എണ്ണമാണ് പ്രധാനപ്പെട്ട നമ്മളുടെ പോയിന്റുകൾ, നിഫ്റ്റിയുടെ ടാർഗറ്റുകൾ. താഴോട്ട് വരുവാണെങ്കിൽ ഓൾറെഡി നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് ഇല്ലേ? താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ റീട്രേസ്മെൻറ്റ് വരുവാണെങ്കിൽ 23,136,
പിന്നെ അത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ നോക്കണം, ഇല്ലെങ്കിൽ ഈ സപ്പോർട്ട് 22,788. എന്താണ് അടുത്ത ആഴ്ച മാർക്കറ്റ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് മാത്രം ട്രെൻഡ് എങ്ങനെയാണ്. കാരണം FIIs എന്താണ് സംഭവിച്ചത്, 7,500 കോടിക്ക് അവർ ഓൾറെഡി വാങ്ങിച്ചു. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോളർ ശക്തി ഇന്ത്യൻ റുപ്പീസ് INR ഇന്ത്യൻ റുപ്പീസ് ശക്തി പ്രാപിച്ചു 85 രൂപയ്ക്ക് അടുത്ത് എത്തി. 55 ചില്ലറയാണ് ഇപ്പം. 88 രൂപ വരെ പോയ റുപ്പീസാണ്, മനസ്സിലായോ. അത് തിരിച്ച് 85 രൂപ വരെ കയറി. അങ്ങനെ ആകുമ്പോൾ ഒരു മാർക്കറ്റിൽ, അപ്പോൾ ഇതാണ് FIIസിനെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഈ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് INR ശക്തി പ്രാപിച്ചതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് ഈ FIIs നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒരു ബൈ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും പറക്കും. FIIസിൻ്റെ കൂടെ റീറ്റെയിലേഴ്സും കൂടും. അപ്പം DIs പതുക്കെ അവർ വിൽപ്പന തുടങ്ങും. അതൊരു വിഷയമുള്ള കാര്യമേ അല്ല. DIs വിൽക്കണം, അവർ വിൽക്കണ്ടേ. ഇത്രയും നാൾ അവർ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടേ. അപ്പോൾ അവരവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടേ. ഇത്രയും മാർക്കറ്റ് താഴെ പോയപ്പോഴും താഴെ നിന്നൊക്കെ ഈ FIIs വിറ്റ് തുലച്ചപ്പോഴും ലക്ഷങ്ങൾ കോടികൾ വിറ്റ് തുലച്ചപ്പോഴും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത DIs ആണ്, ഇല്ലേ. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കണം, അവർക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിക്കോട്ടെ. FIIs വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ റീറ്റെയിലേഴ്സും കൂടും. അപ്പോൾ പിന്നെ DIs വിൽപ്പന ഒരു വിഷയമായിട്ടുള്ള കാര്യമേ അല്ല. ഓക്കെ, അപ്പോൾ അവർക്ക് കുറച്ച് വിറ്റ് അവരുടെ ലാഭം എടുക്കുകയും ചെയ്യുക. FIIസിൻ്റെ കൂടെ റീറ്റെയിലേഴ്സിൻ്റെ കൂടി അവർ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി ചെയ്യും. ഇവർ നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ അക്കോമഡേഷൻ നടത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ നിലവിലുള്ളൊരു സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഇനി ഇൻട്രാഡേയിൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, തിങ്കളാഴ്ച നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഡെയിലി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നമുക്ക് ഡേ വൈസിൽ നോക്കാം. ഡേ വൈസിൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാകുന്നൊരു കാര്യം, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു W പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്, ഇല്ലേ. ഒരു W പാറ്റേൺ, അങ്ങനെ ഒരു W പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഇത് W അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിക്ക് വരെ വരണത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നിലവിൽ നിൽക്കുന്നത് കറക്റ്റ് റെസിസ്റ്റൻസിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. കറക്റ്റ് റെസിസ്റ്റൻസിലാണ്. നമുക്കത് വരച്ച് നോക്കാം എന്താ സംഭവിക്കുന്നത്. വരച്ച് നോക്കാം. നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റി ഇതാണ് ഒരു കറക്റ്റ് ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റിയുടെ കറക്റ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് പൊട്ടിച്ച് മാർക്കറ്റ് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് തന്നെ. നോക്കട്ടെ ഒരു മിനിറ്റ്. ഈ ഒരു പോയിൻ്റാണ് ഫസ്റ്റ് ടാർഗറ്റ്. ഈ ഒരു പോയിൻ്റ് ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഈ 53,666 ഈ റേഞ്ച് ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഒന്നും പറയാനൊന്നുമില്ല. അതായത് ഇവിടെ പിന്നെ 53,891 666 52,000 പോയിൻ്റ് പോയില്ലേ. അപ്പോൾ അത് വേണ്ട, അത്രയും വേണ്ട. നമുക്ക് ഇവിടെ ഇത് ഈ സാധനം ഇത് ഓക്കെ കറക്റ്റ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. ഈ പോയിൻ്റ് മൂന്നാമത്തെ പോയിൻ്റ് ഇത് കറക്റ്റ് കിട്ടുന്നില്ല. ഇവിടെ കറക്റ്റ് ഒരു പോയിൻ്റ് അവിടെ വരയ്ക്കാൻ പറ്റുന്നില്ല. ഇത് നോക്കാം, 53,143. പിന്നെ അടുത്ത പോയിൻ്റ് ഇത്. പിന്നെ അവിടെ ചെറിയ റെസിസ്റ്റൻസ്, പിന്നെ ഓൾ ടൈം ഇത്. ഇത്ര നോക്കാം. ഓക്കെ, ഇത്രയാണ് ഡേ വൈസിൽ നിങ്ങൾ ചാർട്ടിനത് വരച്ചിടുക. ഓക്കെ, ഡേ വൈസിൽ നമുക്ക് പറയാനുള്ള ടാർഗറ്റുകളാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റുകൾ. ഓക്കെ, നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങളുടെ ചാർട്ടിനകത്തിൽ വരച്ചിടുക. ഓക്കെ, അപ്പോൾ ഇനി ഇൻട്രാഡേയിൽ 5 മിനിറ്റ്സ് തിങ്കളാഴ്ച നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാം. തിങ്കളാഴ്ച ട്രേഡ് ചെയ്യാൻ
ഇവനെ നമുക്ക് കളയാം, ഇത് വേണ്ട. ഇതിപ്പോൾ നമ്മൾ വരച്ചിട്ടേക്കുന്നത് അല്ലേ, കറക്റ്റ് ക്രോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ലൈനോടെ നിന്നോട്ടെ, ഇത് അതിലൊന്നും ചെയ്യണ്ട. നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്, ഈ പോയിൻ്റാണ് റേഞ്ച്. മുകളിലത്തേക്കുള്ള റേഞ്ച് ഇത് 50, 570. ഇത് രണ്ടും നിൽക്കട്ടെ. ഇതിനകത്ത് എങ്ങോട്ട് ക്രോസ് ചെയ്ത് നോക്കുക. ക്രോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കി നമുക്ക് ഒരു ട്രേഡ് നോക്കാം. ഇവനെ നമുക്ക് വേണമെങ്കിൽ എടുത്തൊന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആയിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു റേഞ്ച് 50, 277, 50, 674. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടി താഴോട്ട് വരുന്നത് നോക്കുക. എങ്ങോട്ട് നോക്കിയിട്ട് മാത്രം ഇൻട്രാഡേയിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, പിന്നെ നമുക്കൊരു വലിയ 50, 674, 51, 660, 1000 പോയിൻറ്റിൻ്റെ റേഞ്ചാണ് ഈ കാണുന്നത്. ഒരു 1000 പോയിൻറ്റിൻ്റെ റേഞ്ച്. ഇതിനിടയ്ക്ക് ഒരു ഇടത്താവളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം, ഇടത്താവളം വല്ലതും ഉണ്ടോ എന്ന്. താവളം ഒന്നും കാണുന്നില്ല, അടുത്തെങ്ങും ഒരു സംഭവമേ കാണുന്നില്ല. ഇവിടെ ഒരു സാധനം നോക്കട്ടെ. ഇതൊരു ഇടത്താവളം. ഈ സാധനം ഇത് 5931. ഓക്കെ, ഇതൊരു ഇടത്താവളം, അതേ ഉള്ളൊരു ഇടത്താവളം എന്ന് പറയാം. അപ്പോൾ ഈ 2 പോയിൻ്റ് കിട്ടിയല്ലോ. ഓക്കെ, ഇതിന് മുകളിൽ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് 51, 666. ബാക്കി പിന്നെ മുകളിലോട്ട് കിടപ്പുണ്ട് 52, 513. ഇതൊക്കെ നോക്കി നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ചെടുക്കുക. ഞാൻ സിമ്പിളായിട്ട് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ യുക്തം പോലെ നിങ്ങൾ ചെയ്ത് ട്രേഡ് ചെയ്യുക. ഓക്കെ, അതാണ് ബാങ്ക് നിഫ്റ്റി പറയാനുള്ളത്. അടുത്തത് മിഡ് ക്യാപ്പിന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാം ക്ലിയറാണ്. നമ്മുടെ ഒരു റേഞ്ചിനകത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പം 11,514, 585 ക്രോസ് ചെയ്യുന്നത് നോക്കുക. 585 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫർദർ അപ്സൈഡ് കാണാൻ പറ്റും. മുകളിലോട്ട് പോയാൽ ഒരു ഡേ വൈസ് പറഞ്ഞില്ലല്ലോ, ഡേ വൈസ് നോക്കാം. നമുക്ക് നോക്കാം. ഞാൻ പെട്ടെന്നൊക്കെ പറഞ്ഞു പോവുകയാണേ. ഡേ വൈസ് ഞാൻ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട് ഇല്ലേ. 11,585 മുകളിൽ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് 12,010. ഡേ വൈസ് നോക്കുകയാണ്. അടുത്ത റെസൾട്ട് 12,010 വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ. അടുത്തത് 12,374. അപ്പം പിന്നെ ഇത് നമ്മൾ നോക്കി വെച്ചാൽ മതി. നമുക്ക് ഈ ട്രെൻഡ് ലൈന് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ നോക്കുക എവിടം വരെ പോകുമെന്നുള്ള കാര്യം. നമുക്കപ്പോൾ 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം. 5 മിനിറ്റ്സിനകത്തിൽ ഓൾറെഡി എല്ലാം ക്ലിയറാണ്. ഇതിനകത്ത് ഇത് ക്രോസ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്ത് മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ നമുക്ക് നോക്കാം എത്രയാണ് കിട്ടുന്നതെന്ന്. ഇവിടെ ഒന്ന് കാണാൻ ചാൻസ് ഒത്തിരി ദൂരെ ആയിരിക്കും. അതാ ഇവിടെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, 11,766. അടുത്തത് 12,10. അതിനിടയ്ക്ക് ഒരു സാധനം താണ്ടിയത്, അതിനിടയ്ക്കുള്ളൊരു സാധനം താണ്ടിയതാണ്. ഓക്കെ, 12,897 ആണെങ്കിൽ 12,900 വെച്ചു. 11,900. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. അപ്പം മാർക്കറ്റ് ഇതിന് മുകളിൽ 5 മിനിറ്റ് നോക്കാം. മാർക്കറ്റ് ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 11,585 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് 11,766. ഓക്കെ, ഒരു 200 പോയിൻറ്റ് 600, 176. ഓക്കെ, 200 പോയിൻറ്റ് അടുപ്പിച്ചുണ്ട്. ഓക്കെ, ഇതിന് മുകളിലോട്ട്, അതിന് ശേഷം മുകളിലോട്ട് പോവുകയാണെങ്കിൽ 11,900, പിന്നെ 12,010. ഇതൊക്കെ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇതിനിടയ്ക്കൊരു ഇടത്താവളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത്താവളം വേണോ? 11,585, 600 വേണ്ട, 126 പോയിൻ്റേ ഉള്ളൂ. അത് വലിയ വീഴ്. അപ്പോൾ പറക്കുവാണെങ്കിൽ അണ്ണൻ അങ്ങ് പറന്ന് കയറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, നിഫ്റ്റിയിലോട്ട് വരാം. അപ്പോൾ നിഫ്റ്റിയിലെ ഇൻട്രാഡേ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇൻട്രാഡേ ഞാൻ ഇങ്ങനൊരു ചാർട്ട്, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ഇവിടെ കിടന്നോട്ട് കേട്ടോ, ഇവിടെ ആവശ്യമുണ്ട് ഈ ട്രെൻഡ് ലൈൻ. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് 23,445 ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടുന്ന് തിരിച്ച് റിജക്ഷനാണോ,
ഇത് ക്രോസ് ചെയ്ത് പോകാൻ നോക്കുക. ഓക്കെ, മാർക്കറ്റ് ഈ നാളെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ മുകളിലാണെങ്കിൽ വരച്ച് കാണിക്കും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോകാൻ നോക്കുക. അല്ല, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തട്ടി തിരിച്ച് വരുമോ, എന്നിട്ട് ഇങ്ങനെ പോവോ, അല്ലെങ്കിൽ ഇതിവിടെ വന്ന് ഇത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ശരി ഇങ്ങനെ കയറി മുകളിൽ പോയിട്ട് തിരിച്ച് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ പോകാൻ നോക്കുക. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി ഉള്ളത്. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, അല്ല ഇതിന് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടം വരെ വെയിറ്റ് ചെയ്യണം. 23,136 വരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ലോങ് ആണ് ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെറിയൊരു സംഭവം പറയാനുള്ളത് ഇവിടെ ഈ പോയിൻ്റ്, ഈ ഒരു വിക്ക് നമുക്ക് നോക്കാം. ഇതിന് താഴെ പോയാൽ നമുക്ക് താഴോട്ട് പി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് റേഞ്ച്. ഇത് രണ്ടുമാണ് റേഞ്ച്, ഇത് സപ്പോർട്ട്. ഓക്കെ, ഇത് റേഞ്ച്, ഇത് സപ്പോർട്ട്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് മേലോട്ട് എടുക്കാം. വലിയ റേഞ്ച് 23,445, 23,814. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഇടത്താവളം നമുക്ക് വേണം. ഇപ്പോൾ നോക്കാം ഇടത്താവളം വല്ലതും ഉണ്ടോയെന്ന്. 1 അവറിലോട്ട് ഇട്ട് നോക്കാം. ഇതിനകത്തെ ഇടത്താവളം എന്ന് പറയാൻ ഇതാണ് ഒരു ഇടത്താവളം. ഈ സാധനം വലുതാക്കി നോക്കിയോട്ടെ. ഇതിനൊരു ഇടത്താവളം ഒന്ന് നോക്കിയോട്ടെ, ഒരു മിനിറ്റ്. ഇതാണ് ഒരു ഇടത്താവളം എന്ന് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് എൻ്റെ ഇടത്താവളം. ഓക്കെ, അതിനുശേഷം മുകളിലോട്ട് പോയാൽ അടുത്ത ഇടത്താവളം എന്ന് പറയുന്നത് ഇതാണ് അടുത്ത ഇടത്താവളം. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ അടുത്ത ഇടത്താവളം ഇതാണ്. ധാരാളം റെസൻസുകളുണ്ട് കേട്ടോ. അടുത്ത ഇടത്താവളം ഇതാണ്, ഇത്രയാണ്. എല്ലാം പച്ച കളറാക്കണം. ഓക്കെ, ഈ രണ്ട് സംഭവം. ഓക്കെ, ഇത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം റെസൻസുകൾ നിഫ്റ്റിക്കുണ്ട് മേലോട്ട്. കടമ്പകൾ കടക്കാൻ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് റേഞ്ച് ഞാൻ പറഞ്ഞു. ഇത് റേഞ്ച് എങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവനെ നമുക്ക് പച്ചയാക്കണം. ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുമ്മ് കാണത്തില്ല അല്ലേ? എൻ്റെ വീഡിയോയ്ക്ക് ഒരു ഗുമ്മില്ല ഇല്ലേ? വളരെ മൂന്നാമത്തെ വീഡിയോ ഇത്, എനർജി വളരെ കുറവാണ്, അതാ. ഓക്കെ, ഇത്രയൊക്കെ വരച്ചിട്ടേക്ക് അവിടെ, ഇത്ര മതി. ഓക്കെ, മേലോട്ടുള്ളതെല്ലാം പോയിന്റ് നിങ്ങൾ നോക്കി വരച്ചിടുക കേട്ടോ. പറയണോ? 24,066 മുകളിലത്തെ 23,915, 23,814, 23,622, 23,445. താഴോട്ട് ഓൾറെഡി ഇവിടെ എല്ലാം കിടപ്പുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി നിങ്ങൾ ചെയ്യുക. വരച്ചിടണോ? അത് വേണേൽ വരച്ചിട്ടേക്ക്. ഇനി വരച്ചില്ല എന്നും പറഞ്ഞ് ഇനി അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഓക്കെ, ട്രെൻഡ് ലൈന് അവിടുന്ന് താഴോട്ട് പോകുന്ന ഇവിടുന്ന് കൂടി ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വെരി സിമ്പിളാണ്. ഇതിനകത്ത് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും തിങ്കളാഴ്ച ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. എപ്പോഴും എനിക്കിത് പറയാൻ വയ്യ.
നിങ്ങൾ എല്ലാം അറിഞ്ഞ് കണ്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.